അതാണ് പറയാൻ പോകുന്നത്. അപ്പം കർക്കിടകം എന്ന് പറയുന്നത് കർക്കിടകത്തെ പോലെയാണ്, കർക്കിടകിയെ പോലെയാണ്, ഞണ്ടിനെ പോലെയാണ്. ഞണ്ടെങ്ങനെയാണെന്നറിയോ? ഞണ്ടിൻ്റെ പ്രത്യേകത അറിയോ? നേരെ പോവില്ല, അത് സൈഡിലോട്ട് പോകുന്നു. കർക്കിടകത്തിന് വേറൊരു കുഴപ്പം കൂടിയാണ്. കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. കർക്കിടകി എന്ന് പറഞ്ഞാൽ പെൺഞണ്ടാണ്. പെൺഞണ്ടിനെ മക്കള് കൊന്ന് തിന്നാണ് വളരുന്നത്. മനസ്സിലായി? കർക്കിടകം കർക്കിടകത്തെ പോലെയാണ്, ഞണ്ടിനെ പോലെയാണ്. ജനിക്കുമ്പോൾ തന്നെ അമ്മയെ കൊല്ലും കർക്കിടകം. കറുത്തിരുണ്ട കരുത്തുള്ള കർക്കിടകം ജീവലോകത്തിൻ്റെ വെളിച്ചത്തെ ഊതിക്കെടുത്തും. ജനന സ്വാധീനത്തെ കുറയ്ക്കും, മരണസ്വാധീനത്തെ കൂട്ടും. ജന്തുലോകത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. തിരിച്ചപ്പുറത്ത് സസ്യലോകത്തിന് ഏറ്റവും ഗുണമുള്ള സമയമാണ്. ജന്തുലോകത്തിൻ്റെ മരണ സ്വാധീനത്തെ കൂട്ടും, രോഗാവസ്ഥയെ കൂട്ടും, ഞണ്ടിൻ്റെ സ്വഭാവത്തെ കാണിക്കും. ഞണ്ട് സ്വന്തം മാതാവിനെ തിന്നുകൊണ്ടാണ് വളരുന്നത്. നേരെയാണ് സഞ്ചരിക്കുന്നത്, വളഞ്ഞ് സഞ്ചരിക്കും. സൈഡിലേക്ക് അങ്ങോട്ടാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ പോയിക്കളയും. ചിലപ്പോൾ ഇങ്ങോട്ട് നോക്കി നിന്നിട്ട് അങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതുപോലെയാണ് ഈ കർക്കിടകം. എങ്ങനെ അതുകൊണ്ടാണ് മുഹൂർത്തം ഇല്ലാത്തത്. 10 ദിവസം ഉണക്കുള്ളൂ. നമ്മളുടെ ഇവിടെ കർക്കിടകത്തിൽ ഒരു കല്യാണം വെച്ചു. അന്ധവിശ്വാസമാണ് മുഹൂർത്തം എന്ന് പറയുന്ന ആ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കർക്കിടകത്തിൽ ഒരു കല്യാണം വെച്ചു. രോഗാവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്ന, മരണാവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്ന കാലമായതുകൊണ്ട് ആ കല്യാണം വെച്ച് തൊട്ടടുത്ത വീട്ടിൽ ഒരു മരണം സംഭവിച്ചു. എന്തായിരിക്കും ആ കല്യാണത്തിൻ്റെ അവസ്ഥ? കൊളാവൂലേ? അപ്പം അങ്ങനെ മരണത്തിന് സ്വാധീനത കൂടുതലുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല? മുഹൂർത്തങ്ങൾ നിശ്ചയിക്കില്ല, അല്ലേ? അടുത്തൊരാൾ പാടില്ലാതെ വന്നപ്പോഴും ഇതിനെ അത് ബാധിക്കും. ഈ മംഗളകരമായിട്ടുള്ള കർമ്മം അമംഗളമാകുന്നത് കൊണ്ടാണ് മുഹൂർത്തങ്ങളില്ലാത്തത്. 10 ദിവസം മാത്രമാണ് വെയിൽ വരെയുള്ളൂ. ബാക്കി സമയത്ത് നല്ല മഴയാണ്. എങ്ങനെ മേഘവിസ്ഫോടനം പോലെ മഴ പെയ്യുന്ന മഴയുടെ ഉത്സവമാണ്. പാർവതിയുടെ ശിവനോടുള്ള പ്രണയത്തിൻ്റെ ദിവസമാണ് ഈ കർക്കിടക ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. പ്രളയം എന്ന് പറഞ്ഞാൽ പ്രണയമാണ്. മണ്ണിനോട് ജലത്തിനോടുള്ള പ്രണയത്തിൻ്റെ ഉത്സവം കൂടിയാണ്. തമോ ഗുണം കൂടും. അതുകൊണ്ട് കർക്കിടകം ഞണ്ടിനെ പോലെയാണ്. ജനിക്കുമ്പോൾ തന്നെ അമ്മയെ കൊല്ലും കർക്കിടകം. കറുത്തിരുണ്ട കരുത്തുള്ള കർക്കിടകം ജീവ വെളിച്ചത്തെ ഊതിക്കെടുത്തും. ജനന സ്വാധീന ശക്തിയെ കുറയ്ക്കും, മരണ സ്വാധീന ശക്തിയെ കൂട്ടും.